കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ അയൽനാട്ടിൽ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ചയായി. അവരും ചൈനയുമായി ചേർന്ന് നിർമ്മിച്ച ഒരു യുദ്ധവിമാനം തകർന്നു. ആ ഒരു യുദ്ധവിമാനത്തിൽ ദശലക്ഷക്കണക്കിന് പാർട്സ് ഉണ്ട്. ഏത് രാജ്യം യുദ്ധവിമാനം നിർമ്മിച്ചാലും അത് തകരില്ല എന്ന് അവർക്ക് ഉറപ്പ് നൽകാനേ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും ശക്തവും വിജയകരവുമായ 4.5 ജനറേഷൻ വിമാനം ഏതെന്ന് ചോദിച്ചാൽ F-15 എന്നാണ്. ഈ F-15 യാത്ര ചെയ്ത സൗദി അറേബ്യയിലെ രാജകുമാരൻ പോലും അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇത് കാണുമ്പോൾ ഒരു വിമാനം തകരുന്നത് സാധാരണമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ സംസാരിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചാലും നമ്മുടെ അയൽനാട്ടിൽ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ തകർച്ച ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് അവരിതിനെ മറയ്ക്കാൻ നോക്കി. പക്ഷേ അവർക്കത് അവസാനം വരെയും അങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ അപകടം ശരിക്കും സംഭവിച്ചതാണെന്ന് പലരും മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള കാരണങ്ങളാണ് കാണാൻ പോകുന്നത്. JF-17 എന്ന വിമാനത്തിന്റെ പ്രധാനപ്പെട്ട ആശയം, അതിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയും ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. F-16 നവീകരിച്ച പതിപ്പായാണ് JF-17 കണ്ടത്. മാത്രമല്ല സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ പരിപാലിക്കുന്നതും വളരെ എളുപ്പമാണ്. അതിനാൽ F-16 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിമാനമായി മാറി. ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ്, തേർഡ് ഹാൻഡ് F-16 വിമാനങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. അത്തരം ഒരു വിജയകരമായ വിമാനമാണത്. JF-17 സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റുകളുടെ അതേ പ്രധാന ആശയം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. കൂടാതെ F-16 എത്ര വിൽക്കുന്നുവോ അതുപോലെ തന്നെ JF-17 വിൽക്കണമെന്നും അവർ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു 4-5 രാജ്യങ്ങൾക്ക് കയറ്റുമതിയും ചെയ്തു. അതിനുള്ള പ്രധാന കാരണം ചൈനയുടെ പിന്തുണയായിരുന്നു. കാരണം ഇന്ത്യയുടെ തേജസിൽ നിന്നും വ്യത്യസ്തമായി ഈ വിമാനങ്ങൾ അമേരിക്കൻ എഞ്ചിനുകളെ ആശ്രയിച്ചിരുന്നില്ല, അത് റഷ്യൻ എഞ്ചിനുകളെ ആശ്രയിച്ചിരുന്നു. റഷ്യൻ എഞ്ചിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ചൈന അത് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ തേജസ് യുദ്ധവിമാനം പ്രതിവർഷം 25 എന്ന നമ്പറിലേക്ക് എത്താൻ തന്നെ ഇനി 3 വർഷം എടുക്കും. നിലവിൽ നമുക്ക് അതൊരു 12-18 ആ ഒരു അളവിലാണ്. എന്നാൽ ചൈനയുടെ ഉൽപാദന ശേഷി J-20 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന് തന്നെ പ്രതിവർഷം 100 റേഞ്ചിലാണ്. അതിനാൽ ചൈനയുടെ ഉൽപാദന ശേഷിയെക്കുറിച്ച് ലോകത്തിലെ എല്ലാവർക്കും നന്നായി അറിയാം. ഇതൊക്കെ കൊണ്ടാണ് പല രാജ്യങ്ങളും JF-17 വിശ്വസിച്ച് വാങ്ങിയത്. എന്നാൽ അത് വിശ്വസിച്ച രാജ്യങ്ങൾക്ക് അത് വിജയിച്ചില്ല. ഉദാഹരണത്തിന്, എല്ലാ JF-17 വിമാനങ്ങളെയും മ്യാൻമറിൽ പറത്താൻ പാടില്ല എന്ന് ഒരു നിരോധനം കൊണ്ടുവന്നു. അതിന് കാരണം വിമാനത്തിന്റെ എയർ ഫ്രെയിമിൽ വിള്ളലുകളുണ്ട്, എഞ്ചിനിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാനപരമായി ഈ ഒരു വിമാനത്തിന് നല്ല പെർഫോമൻസ് ഒന്നുമില്ല എന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പക്ഷേ നൈജറിൽ അവർക്ക് 3 JF-17 വിമാനങ്ങളുണ്ട്. പക്ഷേ ഇത്തരം തകരാറുകളൊന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്തിടെ അർജന്റീന JF-17 തേജസ് വിമാനവും നിരസിച്ചു, F-16 പോയി. JF-17 നിരസിക്കാനുള്ള കാരണമായി അവർ പറഞ്ഞത്, വിമാനം ഓടിച്ചു നോക്കിയപ്പോൾ വലിയ രീതിയിൽ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല, ഒരു ഇംപ്രസ് ഉണ്ടായില്ല. തേജസ് നിരസിക്കാനുള്ള കാരണം പറഞ്ഞത്, ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഇന്ത്യ ഒരു വിമാനം നിർമ്മിച്ചു നൽകുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമാണ് എന്നതാണ്. അതിനാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും JF-17 കുറിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ അറിയാം. ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ ഒരു അപകടമുണ്ടായി. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് അറിയുകയും ചെയ്തു. പക്ഷെ പാകിസ്ഥാൻ ആ ഒരു അപകടത്തിന്റെ കാരണം ഔദ്യോഗികമായി അറിയിച്ചില്ല. എന്നാൽ നമ്മൾ അതിനുള്ള കാരണം എന്താണെന്ന് തിരയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ തേജസ് വിമാനവും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തകർന്നു വീണു. പക്ഷേ നമ്മൾ ആ അപകടത്തെക്കുറിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് അപകടം ഉണ്ടായി എന്നുള്ള ഒരു അന്വേഷണവും ആരംഭിച്ചു. കാരണം അതൊരു പുതിയ തേജസ് വിമാനമാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അയൽനാട്ടിൽ ഒരു വിമാനം തകർന്നു. അപ്പോൾ തീർച്ചയായും അതിന് പുറകിൽ ഒരു കാരണമുണ്ടാകും, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടാകും. ആ തെറ്റ് എന്താണെന്ന് തിരയുമ്പോഴാണ് ഈ JF-17 ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്ന 2 വകഭേദമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ യുദ്ധത്തിനായി ബ്ലോക്ക് 2 ആണ് ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് 3 ഭാവിയിൽ വിക്ഷേപിക്കാൻ പോകുന്ന ഒരു നവീകരിച്ച വിമാനമാണ്. JF-17 നോക്കിയാൽ റഷ്യയിൽ നിന്നുള്ള എഞ്ചിൻ, ചൈനീസ് എയർ ഫ്രെയിം, വെസ്റ്റേൺ ഏവിയോണിക്സ്, ഈ 3 കാര്യങ്ങളും സംയോജിച്ച് നിർമ്മിച്ചതാണ്. എയർ ഫ്രെയിം ചൈനയിൽ നിന്ന്, ഏവിയോണിക്സ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഫ്രാൻസ്, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന്, റഷ്യയിൽ നിന്നാണ് എഞ്ചിൻ. നമ്മുടെ സൗഹൃദ നാടായ റഷ്യ നമ്മുടെ ശത്രുനാടിന് എഞ്ചിൻ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് ഗ്ലോബൽ പൊളിറ്റിക്സ്. അവിടെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ JF-17 അവർ റഷ്യയുടെ RD-93 എഞ്ചിനുകൾ തിരഞ്ഞെടുക്കാൻ കാരണം അമേരിക്കക്കാർ ചൈനക്കാർക്ക് അത്തരം വലിയ ഘടകങ്ങളൊന്നും നൽകില്ല. അതിനാൽ ചൈനക്കാർക്ക് അവരുടേതായ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ചൈനീസ് എഞ്ചിനുകളെല്ലാം തെളിയിക്കപ്പെടാത്ത അൺപ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനുകളാണ്. JF-17 ഒരു പുതിയ എയർ ഫ്രെയിമാണ്.
അതിനാൽ ഒരു പുതിയ എയർ ഫ്രെയിമിനെ പിന്തുണയ്ക്കാൻ അവർക്കൊരു പുതിയ എഞ്ചിൻ വേണ്ടി വന്നു. അങ്ങനെ പാകിസ്ഥാൻ റഷ്യയുടെ RD-93യിൽ വിശ്വസിച്ച് അതിലേക്ക് പോയി. എന്നാൽ പിന്നീട് RD-93 അവർക്ക് വലിയൊരു തലവേദനയായി മാറി. കാരണം അതിൻ്റെ ത്രസ്റ്റ് JF-17 തികയില്ലായിരുന്നു. അതൊരു പര്യാപ്തമായിരുന്നില്ല, വളരെ മോശമായിരുന്നു. അവർ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ല. അതിനാൽ ചൈനക്കാർ പോലും ഈ ഒരു യുദ്ധവിമാനത്തെ അവരുടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയില്ല. JF-17 ഒരു വലിയ ഗെയിം ചേഞ്ചർ വിമാനമാണ്. F-16 പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു ശക്തമായ വിമാനമാണ്. പക്ഷേ ചൈനക്കാർ പോലും അത് അവരുടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയില്ല. അതിനും നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാരണം RD-93 എന്ന എഞ്ചിൻ ത്രസ്റ്റ് പര്യാപ്തമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ സംഭവിച്ച ഈ ഒരു വിമാന തകർച്ചയുടെ കാരണം പാകിസ്ഥാൻ പറയുന്നത് RD-93 എന്ന റഷ്യൻ എഞ്ചിൻ പരാജയപ്പെട്ടു എന്നാണ്. ശരി, അവരിത് എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഇത് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നതെന്ന് നോക്കിയാൽ അതിന് കാരണം മാർട്ടിൻ ബേക്കറാണ്. മാർട്ടിൻ ബേക്കർ വിമാനങ്ങളിൽ എജക്ഷൻ സീറ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു ലോക പ്രശസ്ത കമ്പനിയാണ്. ഈ കമ്പനി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ JF-17 പാകിസ്ഥാനിൽ ക്രാഷായി. അതിലെ 2 പൈലറ്റുമാരുടെ ജീവൻ മാർട്ടിൻ ബേക്കറുടെ സീറ്റ് സേവ് ചെയ്തു എന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവരത് വളരെ ഓപ്പണായി പരസ്യമായി തന്നെ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാന് മറ്റു മാർഗമില്ല, അത് മറച്ചു വയ്ക്കാനും ഇനി കഴിയില്ല. കാരണം 2 പൈലറ്റ്മാരുടെ ഫോട്ടോ സഹിതമായിരുന്നു പുറത്തുവിട്ടത്. അതിനാൽ ഇനി മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ പാകിസ്ഥാൻ ആ തകർച്ചയുടെ കാരണം പറഞ്ഞത് റഷ്യൻ എഞ്ചിൻ ഫെയിൽ ആയതുകൊണ്ടാണ് ആ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന്. അങ്ങനെയെങ്കിൽ JF-17 വിശ്വസനീയമല്ല എന്നാണോ പറയുന്നത്? ലോകമെമ്പാടുമുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ യോഗ്യമല്ല എന്നല്ല പറയുന്നത്. ചൈനക്കാർ ലോകത്തിൽ നല്ല ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. JF-17 കാര്യത്തിൽ പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുറഞ്ഞ ചിലവിൽ JF-17 സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. അതായിരുന്നു അവരുടെ പദ്ധതി. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ JF-17 ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ചൈനീസ് കമ്പനിയായ ചെങ്ഡു കോർപ്പറേഷൻ പറഞ്ഞത്, നീ എത്ര പണം തരുന്നുവോ അതിനനുസരിച്ചുള്ള ഗുണനിലവാരമേ എനിക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിമാനം തകർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം RDX എന്ന റഷ്യൻ എഞ്ചിൻ അല്ലായിരുന്നു. അതിന് പ്രധാന കാരണം ആ ഒരു വിമാനത്തിൻ്റെ ഗുണനിലവാരമായിരുന്നു. എന്ന് കരുതി RDX എന്ന റഷ്യൻ എഞ്ചിൻ നല്ലതാണ്, അത് ബെസ്റ്റാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ ഒരു വിമാനം തകർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഗുണനിലവാരമായിരുന്നു. ശരി, ഇപ്പോൾ ഈ JF-17 അവസാനമായി എന്ത് പരിഹാരം നൽകാം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ ഉണരണം. അവർ ഉണർന്ന് രാജ്യത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ JF-17 ഒരു നല്ല ഉൽപ്പന്നമായി സൃഷ്ടിക്കണം. പക്ഷേ 75 വർഷമായി നന്നാവാത്തവർ ഇനി നന്നാകുമെന്നുള്ളതിലും യാതൊരു പ്രതീക്ഷയും വേണ്ട. പലർക്കും ആ ഒരു വിശ്വാസവും നഷ്ടപ്പെട്ടു. അതിനാൽ JF-17 ഒരു നല്ല ഉൽപ്പന്നമാണെങ്കിലും അവസാനം വരെയും അതിനെ ഒരു മികച്ച ഉൽപ്പന്നമായി ലോകത്തിന് നൽകാൻ അവർക്ക് കഴിയില്ല. ഈ നയങ്ങൾ ഉപയോഗിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.